നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തുറന്നു പറച്ചിലുകളും വിവാദങ്ങളുമൊക്കെ ഇങ്ങനെ കൊഴുക്കുകയാണ്. ആരോപണ വിധേയർക്കെതിരെ നിയമ നടപടികൾ വേഗത്തിലാക്കണം എന്ന ആവശ്യത്തോടൊപ്പം തന്നെ ജനപ്രതിനിധിയായ നടൻ മുകേഷിനെതിരെയും പ്രതിഷേധം ശക്തമാകുകയാണ്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. MLA സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടാൻ മുകേഷ് തയ്യാറാകുമോ? രാഷ്ട്രീയ പ്രേരിതം എന്ന ഇരവാദം വിജയിക്കുമോ? ഇവിടെ CPMന്റെ നിലപാട് എന്ത്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നവർ BJP പ്രതിനിധിയായി ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, സേവ് കേരള ഫോറം പ്രതിനിധി ശ്രീ KM ഷാജഹാൻ, സാമൂഹിക പ്രവർത്തക ശ്രീമതി TB മിനി, LDFൽ നിന്നും ശ്രീ സലിം മടവൂർ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക് പോവുകയാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ചോദ്യം ആവർത്തിക്കുകയാണ്. നമ്മുടെ സിനിമാ ലോകം എവിടെ എത്തി നിൽക്കുന്നു? ഒരു ജനപ്രതിനിധിയായി ഇത്രയധികം ആരോപണ വിധേയനായ നടൻ മുകേഷിനെ ഇങ്ങനെ CPM സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നോക്കൂ, കേരളത്തിലെ സിനിമാ രംഗം എല്ലാവരാലും അപഹസിക്കപ്പെടുന്ന ഒരു വല്ലാത്ത ദുർഗതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അടക്കം പറച്ചിലുകൾ വളരെ നേരത്തെ ഉണ്ടായിരുന്നു. പലരെക്കുറിച്ചും ഒരുപാട് ആക്ഷേപങ്ങളും അടക്കിപ്പിടിച്ച പരാതികളും പുറത്തുണ്ടായിരുന്നു. സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്നും സിനിമാ മേഖല ഇനി തിരിച്ചെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അധമമാണെന്നും സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് സത്യത്തിൽ ചില അധോലോക സംഘങ്ങളാണെന്നും അവരുടെ ഇംഗിതത്തിന് കൂട്ടുനിൽക്കാത്തവർക്ക് ഒരു കാരണവശാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അവരുടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ജീവനെ പോലും അപകടപ്പെടുത്തിക്കൊണ്ടും അവരെ വരുതിക്ക് നിർത്താവുന്ന തരത്തിലേക്ക് ചീഞ്ഞഴിഞ്ഞ ദുർഗന്ധപൂരിതമാണ് കേരളത്തിലെ സിനിമാ രംഗം എന്ന് വളരെ നേരത്തെ ഉണ്ടായി. അതിന് ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ മുകളിൽ റെക്കോർഡ് കാലം അടയിരുന്ന ആ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ടോറയുടെ ബോക്സ് തുറന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ആദ്യം ഗവൺമെന്റ് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ന്യായവാദങ്ങൾ മുൻപോട്ട് വെച്ചു. പരാതിക്കാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട പല ആളുകളും അതിന്റെ ആവശ്യമില്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വിസ്മരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് ഇപ്പോ തലം മാറിക്കഴിഞ്ഞു. നോക്കൂ, ഇപ്പോ കേരളത്തിലെ സിനിമാ രംഗത്തെയും നീതിന്യായ രംഗത്തെയും പിടിച്ചുലക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യം തന്നെ പരാതി വളരെ കൃത്യമായിട്ട് വന്നത് രഞ്ജിത്തിനെതിരെയാണ്. സമാനമായ ആരോപണം അദ്ദേഹം നേരിട്ടപ്പോൾ അദ്ദേഹം ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ രാജിവെപ്പിക്കേണ്ടി വന്നു. സമാനമായ സാഹചര്യമാണ് സത്യത്തിൽ മുകേഷ് നേരിടുന്നത്. മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഒരു സാധാരണ പൗരനിൽ നിന്നും വിഭിന്നമായി സമൂഹത്തിന് മാതൃകയാകണം. അദ്ദേഹം ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തണം. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട, സമൂഹത്തിന് മാതൃകയാകേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് അദ്ദേഹം പാലിക്കണം എന്നുള്ളതാണ്. ആ മൊറാലിറ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. ഇത് അദ്ദേഹം പറയുന്ന മാതിരി രാഷ്ട്രീയ പ്രേരിതമായ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഉണ്ടായതല്ല. നേരത്തെ സരിതയെ പോലെ, മേതിൽ ദേവികയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാം. സ്വന്തം ഭാര്യ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ഒന്നാമത്തെ ഭാര്യയും എനിക്ക് ഓർമ്മ രണ്ടാമത്തെ ഭാര്യയും ഒക്കെ ഏത് പശ്ചാത്തലത്തിലാണ് അവർ ആ ബന്ധം ഒഴിയേണ്ടി വന്നത് എന്നൊക്കെ അവർ പറയേണ്ടി വന്നു. അതൊക്കെ ഒരുപക്ഷെ നമുക്ക് കുടുംബജീവിതത്തിലെ താഴെപ്പിഴകളായിട്ട് നമുക്ക് തള്ളിക്കളയും. പക്ഷെ ചോദ്യം എന്താണ്? വളരെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ റേപ്പ് ചെയ്യാൻ പോലും ഇദ്ദേഹം മടിച്ചിട്ടില്ല. റേപ്പാണ് കേസ്. ആദ്യം പരാതി വരട്ടെ എന്ന് പറഞ്ഞ ആളുകൾ പരാതി വന്നിരിക്കുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട നടപടികൾ മുമ്പോട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നത്, നേരത്തെ ഇവിടെ പലരും പറയുന്ന മാതിരിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരം ഗുണ്ടാ സംഘങ്ങളെയും അക്രമികളെയും വ്യഭിചാരികളെയും അധോലോക സംഘങ്ങളെയും സംരക്ഷിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് ഈ പീഡനത്തിന് തീവ്രത അളക്കുന്നതിനുള്ള യന്ത്രം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആക്രമിക്കാൻ വരുന്നവരെ സമാധാന സംരക്ഷണ പ്രവർത്തകരാക്കിയിട്ട് അവരെ മുദ്രകുത്തി. ഇപ്പോഴിതാ ഗത്യന്തരമില്ലാത്ത ഒരു ഗവൺമെന്റ് ഈ നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമ്പോഴും അവർ അമാന്തിച്ചിരിക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികത പുലർത്തേണ്ട, ഉന്നത മൂല്യങ്ങൾ പുലർത്തേണ്ട, ചാരിത്രശുദ്ധിയെ പോലെ അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട ആളുകൾ അവരിവിടെ സസുഖം വാഴുകയും
കേരളത്തിലെ പൊതുരംഗത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള അപഹാസ്യമായ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. അതെ, ശ്രീ കെ എം ഷാജഹാൻ, ഇവിടെ എന്തിനാണ് ഇത്രയധികം സംരക്ഷണം മുകേഷിന് മാത്രം ഇങ്ങനെ CPM നൽകുന്നത്? രോഹിണി, ഇതിനകത്തൊരു പ്രശ്നം ഈ പറഞ്ഞ പോലെ ഈ ഉന്നതമായിട്ടുള്ള ധാർമ്മികത, മൂല്യം ഇന്നൊക്കെ ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഈ CPMൻ്റെ മൊത്തം ജീർണതയുടെ പരിച്ഛേദമാണ് ഈ കാണുന്നതൊക്കെ തന്നെ. ഇപ്പം ഈ മുകേഷ് എന്ന് പറഞ്ഞ ആൾ തന്നെ ഏറ്റവും വലിയൊരു ആഭാസനാണ് അയാളെക്കുറിച്ച് അയാളുടെ ആദ്യ ഭാര്യ പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതൊന്നും കുടുംബ പ്രശ്നമാണെന്നും പറഞ്ഞൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അയാൾ ആദ്യ ഭാര്യ സരിതയോട് നടത്തിയിട്ടുള്ള സരിതയോട് എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ളത് ആ വനിത ഒരു വർഷത്തിന് മുമ്പ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. ഏറ്റവും നീചവും നികൃഷ്ടവുമായി അവർ 7 മാസം ഗർഭിണിയായിരുന്നപ്പോഴത്തേക്കും അവരുടെ വയറെ ചവിട്ടുകയാണ് ഇയാൾ. അതിനുശേഷം ആ ചവിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വീഴുകയാണ്, അവർ നിലത്ത് വീഴുകയാണ്. എന്നിട്ട് 9 മാസം അവർ ഗർഭിണിയായിരുന്ന സമയത്ത് ഏതോ ഒരു പാർട്ടിക്ക് കൊണ്ടുപോയിട്ട് അവർ കാറയിലോട്ട് കയറുമ്പോഴത്തേക്കും ഇയാൾ കാറ് മനഃപൂർവ്വം മുന്നോട്ടും പുറകോട്ടും നീക്കുമ്പോഴത്തേക്കും ഇവർ താഴെ വീഴുകയാണ്. താഴെ വീണ് കഴിയുമ്പോഴത്തേക്കും അവർ കരയുമ്പോഴത്തേക്കും അവർ കണ്ണുനീര് മറയ്ക്കുകയാണ്. കാരണം കണ്ണുനീര് കരയുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല നടിയാണല്ലോ എന്ന് പറഞ്ഞ് അവരെ കളിയാക്കും എന്നാണ് പറയുന്നത്. അവസാനം 2011 അവരുടെ കയ്യിൽ നിന്ന് വിവാഹമോചനം നേടാതെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ച ഒരു അധമനാണ് ഇയാൾ. അപ്പോൾ ഇയാളെ കുറിച്ചിട്ട് നമ്മൾ വാചാലമായി മൂല്യത, ധാർമ്മികത, മൂല്യമെന്നും പറയുന്നതിന് അർത്ഥമില്ല. ഇയാൾ സ്ത്രീ പീഡകനും ഭാര്യാപീഡകനുമായിട്ടുള്ള ഒരു ആഭാസനാണ് ഇയാൾ. ഈ ആഭാസനെ CPM പോലൊരു പാർട്ടി അവരുടെ MLA ആക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ ജീർണത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അയാളെ 2016 അയാളെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബഹുമാനിതരായിരുന്ന PK ഗുരുദാസനെ മാറ്റിയിട്ടാണ് അയാളെ അവിടെ MLA ആയിട്ട് മത്സരിക്കാൻ അവസരം കൊടുക്കുന്നത്. അതിനുശേഷം 2021 അവസരം കൊടുത്തു. 2021 അവസരം കൊടുത്തു എന്ന് മാത്രമല്ല 2024 ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം പോലും CPM ഈ ആഭാസന് കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? 2017 ഹേമ കമ്മിറ്റി നിയമിക്കപ്പെട്ടു. 2019 അവർ റിപ്പോർട്ട് കൊടുത്തു. 2024 ഇപ്പോൾ അത് പുറത്തു വരുന്നത്. ഇയാളിപ്പോൾ നടത്തിയിട്ടുള്ള പല പീഡനങ്ങൾ, ഇയാൾക്കെതിരെ 3 വനിതകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരു വനിതയുടെ പരാതിയാണ് വളരെ നേരത്തെ നടന്നിട്ടുള്ളത്. അത് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ ടെസ് ജോസഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതിയാണ്. അവർ ലോക പ്രശസ്തയാണ്. അവർ ഇയാളെപ്പോലെ മൂലയ്ക്ക് അവിടെ കിടന്ന് കുറേ സിനിമകളിൽ അഭിനയിച്ച സ്ത്രീയൊന്നുമല്ല, അവർ ലോക പ്രശസ്തയാണ്. അവർ കോടീശ്വരൻ എന്ന് പറഞ്ഞ ഇയാളുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ ഇയാൾ നിരന്തരം അവരെ വിളിക്കുകയും അവസാനം ഇയാളുടെ അടുത്ത മുറി അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ അവരവിടുന്ന് സ്ഥലം വിട്ടുവെന്ന് മാത്രമല്ല അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തും തൃണമൂൽ കോൺഗ്രസിൻ്റെ സീനിയർ MPയുമായിട്ടുള്ള ഡെറിക് ഒബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള MP ആയിട്ട് സംസാരിച്ചിട്ടാണ് അവർ അവിടുന്ന് പോയത് എന്നവർ പറയുന്നുണ്ട്. അതിനുശേഷം 2-3 കാര്യങ്ങൾ എന്താണ്? രണ്ടാമതൊരു വനിത വന്ന് പരസ്യമായി പറഞ്ഞു അയാൾ മുറിയിലേക്ക് കയറി വന്ന് കെട്ടിപ്പിടിച്ച് കട്ടിലിൽ മുകളിലേക്ക് വീണുന്നാണ് അവർ വന്നിട്ട് പറഞ്ഞത്. ഇപ്പം മൂന്നാമത് വന്ന പരാതി എന്താ? ഒരു വനിതയുടെ അമ്മയുടെ അഡ്രസ്സ് മേടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയുടെ അമ്മയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചപ്പോൾ അവരെ അടി കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും വലിയൊരു ആഭാസനും ഒരു നരാധമനും സ്ത്രീപീഡനം തൊഴിലാക്കിയ ഒരാളുമാണ് ഈ മുകേഷ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഇന്നത്തെ CPMന് വേണ്ടവരാരൊക്കെയാണ്? അവർ മുകേഷ്, അതുപോലെ തന്നെ രഞ്ജിത്ത്, ഇപ്പം ഇന്ന് പാർട്ടി സ്ഥാനങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ടുള്ള PK ശശി, ഇതുപോലുള്ള ആളുകളാണ് CPMന് വേണ്ടത്. അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അതിനേക്കാൾ ഭീകരമായി സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ സ്ത്രീപീഡന ആരോപണങ്ങൾ നേരിട്ടാം. സ്വന്തം പാർട്ടിയുടെ ഒരു MLAയോട് തന്നെ മോശമായി പെരുമാറി എന്നുള്ള ആരോപണം വന്ന, DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയോട് മോശമായി പെരുമാറി എന്നുള്ള ആരോപണമൊക്കെ വന്ന ആ വിഷയത്തിൽ CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുത്തൻ, അവൻ CPMലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടും സിനിമാ രംഗത്തുള്ള ഒരു CPMൽ ഉണ്ടായിരുന്നു.
അതിലൊന്ന് ലെനിൻ രാജേന്ദ്രനായിരുന്നു. എത്രയോ മാന്യനായിട്ടുള്ളൊരു സംവിധായകനായിരുന്നു ലെനിൻ രാജേന്ദ്രൻ. മുരളി എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു. എത്രയോ മാന്യനായിട്ടുള്ള ഒരു നടനായിട്ടാണ് അയാളെ നമ്മൾ കേട്ടിട്ടുള്ളത്. ആ സ്ഥലത്തു നിന്നൊക്കെ CPM ഇപ്പോൾ ജീർണതയുടെ ചെളിക്കുണ്ടിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മുകേഷും ഈ രഞ്ജിത്തും ഇതുപോലുള്ള ആളുകളൊക്കെ തന്നെ CPMന് അഭിമതരായി മാറുന്നത്. ഇപ്പോൾ മൂന്ന് പേരുടെ കാര്യങ്ങളാണല്ലോ ഇവിടെ പറയുന്നത്. ആ മൂന്ന് പേർക്ക് ഒരേ നിയമം വേണ്ടേ? രഞ്ജിത്ത് നേരിട്ട് അതേ ആരോപണം തന്നെയല്ലേ ഇയാൾ നേരിടുന്നത്. സിദ്ദിഖിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അയാളുടെ മൊഴിയെടുക്കുന്നുണ്ടല്ലോ. അതേ ആരോപണം തന്നെയല്ലേ മുകേഷ് നേരിട്ടിട്ടുള്ളത്. സ്വാഭാവികമായും മുകേഷും മാറി നിൽക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ. പക്ഷേ CPM അത് ചെയ്യില്ല. അവസാനം സംഭവിക്കാൻ പോകുന്ന എന്താണ്? പൊതുമണ്ഡലത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം വന്ന് നാറാണക്കല്ലായതിനു ശേഷം ഇയാളെ CPM ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതെ, ശ്രീ സലിം മടവൂർ, മറുപടിയുണ്ടോ? സർക്കാർ എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത്? എന്തിനാണ് മുകേഷിന് ഇങ്ങനെ സംരക്ഷണ കവചം ഒരുക്കുന്നത്? കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നത്. പല നടിമാരും ആരോപണം ഉന്നയിക്കുന്നു, പരാതി കൊടുക്കാൻ തയ്യാറില്ല. അപ്പം കൃത്യമായി പരാതി കൊടുക്കണം. പിന്നെ പല പരാതികളും കേസിൽ പരാതി കൊടുക്കേണ്ട സമയം കഴിഞ്ഞ്, അതായത് 5 വർഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പഠിച്ചെടുത്തോളം 5 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന ആരോപണം അത് 5 വർഷത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പൊ അത് ശ്രീ ഷാജഹാൻ അഡ്വക്കേറ്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് കിട്ടിയ അഭിപ്രായം അത് 5 വർഷത്തിനുള്ളിൽ പരാതി കൊടുക്കണം. അതേസമയത്ത് റേപ്പ്, അതേപോലെ തന്നെ റേപ്പ് അറ്റംപ്റ്റ്, ഇത്തരം കേസുകൾ എന്നും കൊടുക്കണം. അതേസമയത്ത് ചെറിയ മറ്റു തരത്തിലുള്ള അബ്യൂസ് അല്ലെങ്കിൽ സംഭാഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ കൃത്യസമയത്തിനുള്ളിൽ തന്നെ പരാതി കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതൊക്കെ പലതും ആരോപണങ്ങളാണ്. മുകേഷിനെതിരെയുള്ളത് ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം മുറി മാറ്റാൻ പറഞ്ഞു, ടിസ് ജോർജിന്റെ മുറി അദ്ദേഹത്തിന്റെ മുറിക്ക് അടുത്തേക്ക് കൺട്രോളർ മാറ്റി, ഇത് ദുരുദ്ദേശപരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളാണ്. അവര് വളരെ പ്രശസ്തയായ ഒരു സ്ത്രീയാണ്. അപ്പൊ എനിക്ക് അഭിപ്രായപ്പെട്ടു, ഞാൻ ആരെയും ന്യായീകരിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ കൃത്യസമയത്ത് ഇത്തരം സംഭവങ്ങൾ, പ്രത്യേകിച്ച് ടിസ് ജോർജിനെ പോലെയുള്ള ആളുകൾ, അതേപോലെയുള്ള ഉന്നതരായ വ്യക്തിത്വങ്ങൾ, സധൈര്യം നേരിടാൻ കഴിയുന്ന ആളുകൾ, അത് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ശ്രീലേഖ മാത്രമാണ് നേരത്തെ ഉള്ളത്. ഇവരൊക്കെ കൃത്യമായി കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്ന ആളുകളാണ്. ആ കൃത്യസമയത്ത് ഇവരൊക്കെ ഇടപെട്ടിരുന്നുവെങ്കിൽ അതിനുശേഷം മലയാള സിനിമാ മേഖലയിൽ പെൺകുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ അവിടെ അവസാനിക്കുമായിരുന്നു. ഇവർ വലിയ തെറ്റ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനങ്ങ് പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എത്രയും പറയാം. ഞാൻ എതിരല്ല. അപ്പോ ഈ ആളുകളൊക്കെ തന്നെ ഇവരും കുറ്റക്കാരാണ്. കൃത്യസമയത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മുതിർന്ന അംഗങ്ങൾ, കുറച്ചുകൂടെ സ്വാധീനമുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് നേരെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്ന് ആരോപിക്കുമ്പോൾ അവർ കൃത്യമായി പോലീസിന് പരാതി കൊടുത്തുകൊണ്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ ഉയർത്തിക്കൊണ്ട് ഇത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് കുഞ്ഞനിയത്തിമാർ, വരുന്ന തലമുറയിലെ അനിയത്തിമാർക്ക് ഈ അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ആളുകളാണ്. അവര് അന്നൊക്കെ തന്നെ പലരും, ഞാനത് ആരോപണം ഉന്നയിക്കുന്നല്ല, പലരും അക്കാലത്തുള്ള പ്രശസ്തിയും അക്കാലത്തുള്ള സിനിമകളും എല്ലാം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത് ആരോടും പറയുന്നില്ല, പരാതിപ്പെട്ടില്ല. എന്നിട്ട് ഇപ്പോഴാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പരാതി പറയാൻ തയ്യാറാവുന്നത്. എന്ന് വെച്ചാൽ ഫീൽഡിൽ നിന്നൊക്കെ ഏകദേശം അവസാനിക്കുമ്പോൾ മാത്രം പരാതി പറയുന്നത് എത്രമാത്രം നീതിയുക്തമാണ് എന്ന്. ഞാൻ പറയട്ടെ ഇരകളെ ഇങ്ങനെ ആക്ഷേപിക്കരുത്, ഇരകളായിട്ടുള്ള സ്ത്രീകളെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഞാൻ അല്ലല്ലോ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പ്രതികളെ ഒരു തരത്തിലും അതായത് ഇവരൊക്കെ ഫീൽഡിൽ നിൽക്കാൻ വേണ്ടി ഇതൊക്കെ സഹിച്ചു അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ ഫീൽഡിൽ നിന്ന് ഔട്ടാകുമെന്നായപ്പോൾ പുതിയ വാദങ്ങളുമായി വരുന്നു എന്നാണോ? അല്ല, ഇവരൊക്കെ അന്നേ വെച്ച് മതിയാക്കിയതാണ്. നിന്നവരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും സധൈര്യം തന്നെ മുന്നോട്ട് വരാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ബംഗാളി നടി ശ്രീലേഖ മിത്ര എത്രത്തോളം പ്രശസ്തയാണ് അവിടെ എന്നുള്ളത്. അവർക്ക് കൃത്യമായി അന്ന് തന്നെ പറയാമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അവർ ഭയന്നു പോയതുകൊണ്ടാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു തുടക്കം മാത്രമാണ്. 4.5 വർഷം അത് പൂഴ്ത്തി.
RTI പറഞ്ഞതിലും കൂടുതൽ പേജുകൾ വെട്ടിനിരത്തിക്കൊണ്ടാണ് പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിച്ചത്. എന്നിട്ടും ഇപ്പോൾ ഈ പരാതി കൊടുത്ത സ്ത്രീകൾ, അവരുടെ ചരിത്രം, ഇതൊക്കെ ചികയലാണ്. അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ ഇതിന് ഇടക്ക് കയറി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവർ കൃത്യസമയത്ത് പരാതി കൊടുക്കാതിരുന്നത് തെറ്റാണ്. അവർ കൊടുക്കേണ്ടിയിരുന്നു. അവർ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അതിനുശേഷമുള്ള, ഇപ്പൊ ഞാൻ ഇപ്പോഴും സിനിമയിൽ ഞാൻ ഇതിൽ ശ്രദ്ധിച്ചത്, അടുത്ത കാലത്തുള്ള 5 വർഷം 6 വർഷത്തിനിടയിലുള്ള ഇത്തരത്തിലുള്ള പരാതികൾ വളരെ ചുരുക്കമാണ് ഇപ്പോഴും വരുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള പരാതികൾ വരുന്നില്ല, വളരെ പഴയ പരാതികളാണ് ഇപ്പോഴും വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടയ്ക്ക് ചാടി എന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനും വെളിച്ചത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സമയമല്ലേ? നിങ്ങൾ പറയാമല്ലോ. ശ്രീ സലിം മടവൂർ, ഈ അടുത്ത കാലത്തായി ഇത്തരം പരാതികളൊന്നുമില്ല എന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നൽകിയ പരാതികൾ ഏതൊക്കെയാണ്, ആർക്കെതിരെയൊക്കെയാണ് എന്ന് താങ്കൾക്ക് അറിയുമോ? ഈ അടുത്ത കാലത്തായി ഇത്തരം പരാതികളൊന്നുമില്ല, ഇത് 5-6 വർഷങ്ങൾക്ക് മുൻപാണ് എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞത് എന്നുകൂടി പറയണം. ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടില്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഞാൻ പറയട്ടെ. ഹേമ കമ്മിറ്റിക്ക് ആളുകൾ മൊഴി കൊടുത്തു, നല്ല കാര്യം. അത് വെളിച്ചത്ത് വരട്ടെ, നടപടിയെടുക്കട്ടെ. ഞാൻ പറയുന്നത് ഇതൊക്കെ കൃത്യസമയത്ത് നേരത്തെ തന്നെ മലയാള സിനിമയിൽ ഈ അനുഭവം ഉണ്ടായ സമയത്ത് പരാതിപ്പെട്ടിരുന്നുവെങ്കിൽ, അതിനുശേഷം ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി വന്നിരുന്നുവെങ്കിൽ മലയാള സിനിമ നിങ്ങൾ വീണ്ടും ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ഇരകളെ ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ ഇത് നിർത്തണം. ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം. നിങ്ങൾ ഇപ്പോഴും ഇരകൾ പരാതി കൊടുക്കാത്തതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അത് അസംബന്ധമാണ്. അതിനോട് യോജിക്കാൻ പറ്റില്ല. അത് അസംബന്ധമാണ്. യോജിക്കാൻ പറ്റില്ല. പരാതി കൊടുക്കാതിരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരാതി കൊടുക്കാൻ ഭയമായിരുന്നു അവർക്ക് ഭയമായിരുന്നു. നിങ്ങൾ ഇരകളെ വീണ്ടും ഇങ്ങനെ മുൾമുനെ നിർത്തരുത്. ഇത് ഏറ്റവും വലിയ വൃത്തികേടാണ്. മുൾമുനയിൽ നിർത്തിയതല്ല. ഞാൻ പറഞ്ഞു, പ്രശസ്തരായ ആളുകൾ, അവർക്ക് ലൈംഗിക അതിക്രമം അല്ലാത്ത ആരോപണങ്ങൾ വരെ ഇപ്പൊ വരുന്നുണ്ട്, മറ്റുള്ള ആരോപണങ്ങളൊക്കെ. ഇതൊക്കെ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് കേൾക്കാവോ? ശരി, ശ്രീ സലിം മടവൂർ, ഈ കൃത്യസമയത്തുള്ള ഇടപെടൽ മദ്യവും മയക്കുമരുന്നിന്റെയും ഇടപെടൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ലൊക്കേഷനിൽ, സിനിമാ മേഖലയിലെ ലൊക്കേഷനുകളിൽ പോലീസും എക്സൈസും പോയി പരിശോധന നടത്താൻ തയ്യാറാകുമോ? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമോ? MDMAയും രാസലഹരിയും അടക്കമാണ് എല്ലാ ലൊക്കേഷനുകളിലും എത്തുന്നത്. എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല? വനിതാ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. സ്ത്രീകൾക്ക് നല്ല ഒരു ശൗചാലയമോ, എന്തിന് ഭക്ഷണം കഴിക്കുന്നതിൽ പോലും വിവേചനം നേരിട്ട് ഏറ്റവും അധമ വർഗമായി കുറെ പേർ അവിടെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഈ വനിതാ കമ്മീഷനൊക്കെ എന്തിനാണ് രൂപീകൃതമായിരിക്കുന്നത്? അവിടെയും പോയി പരാതി പറഞ്ഞാൽ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെയൊക്കെ പൂർണ്ണമായിട്ടും ഞാൻ പിന്തുണയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇവർക്കെതിരെ നടപടി വേണം. ഈ പ്രതികളായിട്ടുള്ള നടന്മാർ ആരൊക്കെയാണ്, അവര് മുഖം നോക്കാതെ നടപടി വേണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതിലേക്കാണ് നമ്മൾ വന്നത്. ഇപ്പോൾ മുകേഷിനെതിരെ 4 പരാതികളുണ്ട്. ആരോപണ വിധേയനായി ഇങ്ങനെ നിൽക്കുകയാണ്. സർക്കാരിന്റെ നിലപാട് എന്ത്? അതുമാത്രമാണ് ചോദിക്കുന്നത്. ഇവിടെ സർക്കാർ, താങ്കൾ പറഞ്ഞതുപോലെ ഈ പരാതികളൊക്കെ കൃത്യമായ ഇടപെടലുകൾ വേണമെങ്കിൽ ഇപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ ഏതു രീതിയിലായിരിക്കണം? അല്ല, ഇവിടെ BJPയുടെ ഒരു MP ആയിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് തന്നെ, അദ്ദേഹത്തിന് നേരെ ആരോപണം വന്നു. ഇവിടുത്തെ ഗുസ്തി താരങ്ങൾ വ്യാപകമായി പരാതിയോ ആരോപണവും ഉന്നയിച്ചപ്പോൾ അദ്ദേഹം MP സ്ഥാനത്ത് തുടർന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് നമ്മൾ കണ്ടു. കൃത്യമായി പരാതി കൊടുത്തിട്ടും കേസ് കൊടുത്തിട്ടും അവര് ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടും അദ്ദേഹം MP ആയി തുടർന്നു. അദ്ദേഹം ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ അബദ്ധം വിളിച്ച് പറയരുത്, ഇങ്ങനെ പറയരുത്. അബദ്ധമല്ല പറഞ്ഞത്, കാര്യങ്ങളാ പറയുന്നത്. മുകേഷിനെ കുറിച്ച് പറയുന്നു. അല്ല, മുകേഷിന്റെ അടുത്തേക്കാ വരുന്നത്. മറ്റൊരു സംസ്ഥാനത്ത് തെറ്റ് നടക്കുന്നത് കൊണ്ട് അത് ഇവിടെ ആവർത്തിക്കാം എന്നുള്ളതാണോ CPM-ന്റെ നിലപാട്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. CPM അല്ല, ഞാൻ ഉദാഹരണം സൂചിപ്പിച്ചത് അത്തരത്തിലല്ലായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു വന്നാണ് പല സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ, രാജ്യത്ത് ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനത്ത് മാറ്റിയിരുന്നു. അതെന്താ നിങ്ങൾ പറയാത്തത്? BJPയുടെ നേതാവ് പറയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ MP സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റിയോ? റെസ്ലിംഗ് ഫെഡറേഷൻ മാറ്റിയല്ലോ. റെസ്ലിംഗ് ഫെഡറേഷൻ മാറ്റുന്നല്ലേ MP സ്ഥാനത്ത്? നിങ്ങൾ കേരളത്തിന്റെ കാര്യം പറയുന്നു. അത് BJP നേതാവ് പറയാത്തോണ്ട് ഞാൻ പറഞ്ഞതേ. നിങ്ങൾ മുകേഷിന്റെ കാര്യം പറയും. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുറ്റം തെളിയിക്കാൻ ഒരു MLA നമ്മളല്ലെങ്കിൽ മറ്റ് സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അവർ കുറ്റവാളിയാണോ എന്നുള്ളത് കൃത്യമായ പ്രാഥമിക അന്വേഷണം നടക്കട്ടെ. രഞ്ജിത്ത് പോയല്ലോ. എങ്ങനെ രഞ്ജിത്തിനെതിരെ കുറ്റം തെളിഞ്ഞോ?
അയാൾ രാജിവെച്ചല്ലോ. അല്ല, രഞ്ജിത്ത് ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് ഒരു നടി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ മാന്യതക്ക് അദ്ദേഹം രാജിവെച്ചു. അപ്പൊ ഇയാൾ മാന്യനല്ല. MLA സ്ഥാനം അതുപോലെയാണോ? MLA സ്ഥാനത്തിന് എന്താ പ്രത്യേകത? പീഡനം നടത്തുമ്പോൾ MLA സ്ഥാനത്തിന് വല്ല പ്രത്യേക റിസർവേഷൻ ഉണ്ടോ? ജനങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺഗ്രസിന്റെ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസും പീഡിപ്പിച്ചു. എൽദോസ് കുന്നപ്പള്ളിയിലെ അതെ, കോൺഗ്രസിനെതിരെ ആരോപണം വന്നു, അവർ രാജിവെച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കില്ല, അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞത് അത്രേ ഉള്ളൂ. MLA ഒരു എന്റെ പൊന്നു മടവൂരെ, ഇതൊക്കെ കഷ്ടമാണ്. ഇതൊക്കെ നിങ്ങൾ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് അതെ, അത്രയും രാജിവെച്ചു. അത്രയെങ്കിലും ചെയ്യാൻ തയ്യാറായോ? പറയട്ടെ, നിങ്ങൾ അത്രയെങ്കിലും ചെയ്യാൻ തയ്യാറായോ? നോമിനേറ്റഡ് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളെ പുറത്താക്കുന്നത് പോലെയോ രാജിവെക്കും പോലെയോ അല്ല ജനപ്രതിനിധികൾ പീഡിപ്പിച്ചാൽ അവർക്ക് റിസർവേഷൻ ഉണ്ടോ? ജനപ്രതിനിധികൾക്ക് പീഡിപ്പിക്കാൻ റിസർവേഷൻ ഉണ്ടോ? പറയട്ടെ, അവരുടെ കേസുകളിൽ തെളിവ് കിട്ടി പോലീസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന തെറ്റ് ചെയ്തു എന്ന് പോലീസ് പറഞ്ഞ പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട്. നിങ്ങൾ ആ പാർട്ടിയല്ല, അതുകൊണ്ടാണ് നിങ്ങൾ ആ പാർട്ടിയല്ല. പീഡിപ്പിക്കാൻ റിസർവേഷൻ ഉണ്ടോ? MLA-മാർക്ക് കുറ്റപത്രം കിട്ടിയാൽ മാത്രമേ രാജിവെക്കുള്ളൂ എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്നതിന് റിസർവേഷൻ ഉണ്ടോ? MLA-ക്ക് റിസർവേഷൻ ഉണ്ടോ? നാളെ അല്ല, ആരെങ്കിലും ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്ക് ആളുകൾ രാജിവെച്ചോടണോ? അതാണ് നിങ്ങൾ ഇരകളെ വീണ്ടും ആക്ഷേപിക്കുന്നു പറയുന്നത്. ഇരകളെ വീണ്ടും ആക്ഷേപിക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ടാ. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാലല്ല, സ്ത്രീകളാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. 15 വർഷവും 15 അല്ല മടവൂരെ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഈ മുകേഷിനെതിരെ വന്ന 4 ആരോപണങ്ങളിൽ ഒരാരോപണം മാത്രമാണ് 2012 വന്നത്. ബാക്കിയുള്ള ആരോപണം മുഴുവൻ ഇപ്പോഴാണ് വന്നത്. നിങ്ങൾ എന്ത് പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്? നിങ്ങൾ എന്ത് വായിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്? അസംബന്ധം വിട്ടിത്തരം വിളിച്ചു പറയാ നിങ്ങൾ. പിണറായി വിജയനോടുള്ള വ്യക്തിവിരോധം നിങ്ങൾക്ക് ഭ്രാന്താണ്. പിണറായി വിജയൻ ഇതിനകത്തില്ല. പിണറായി വിജയനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമേ ഉള്ളൂ. പിണറായി വിജയനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മുകേഷിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുകേഷിനെ കുറിച്ചാണ് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് പീഡനം നേരിട്ട സ്ത്രീകളെ വീണ്ടും ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം. ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. പിന്നെ പീഡനം നേരിട്ട സ്ത്രീകൾ പോലീസിൽ പരാതി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ വീണ്ടും ആക്ഷേപിക്കുക. നിങ്ങൾ അസംബന്ധമാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. അന്ന് കൊടുത്തിരുന്നുവെങ്കിൽ കുഞ്ഞനിയത്തി ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പോഴും നിൽക്കുന്നു. ഇനി 2 മിനിറ്റ് നിർത്താവോ? മറുപടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കുക. നിങ്ങൾ നിർത്തുമ്പോൾ ഞാൻ പറയും. നിങ്ങൾക്ക് മറ്റ് ഒരു അജണ്ട പിണറായി വിജയനെ എതിർക്കുക. ശരി, ശ്രീ സലിം മടവൂർ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരൊന്നും വരുന്നില്ല. ജനപ്രതിനിധിയായ മുകേഷിനെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട്. വ്യക്തി ജീവിതത്തിൽ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊഴിലിടത്ത് ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടാൻ തയ്യാറാകുമോ? 2, സംസ്ഥാന സിനിമാ നയരൂപീകരണ സമിതിയിലെ അംഗമാണ്. കോൺക്ലേവ് നടത്താൻ പോവുകയാണ് സർക്കാർ. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആരോപണ വിധേയർ ഉൾപ്പെടുന്ന സമിതി അംഗങ്ങൾ ഇനിയും നാളെ തുടർന്ന് എന്ത് നേട്ടമാണ് സാംസ്കാരിക മേഖലയ്ക്ക് വരുത്താൻ പോകുന്നത്? എന്തെങ്കിലും ഒരു നിലപാട് സർക്കാരിന് വേണ്ടേ? CPM-ന് വേണ്ടേ? അതുമാത്രമാണ് ചോദിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്നതോ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയുള്ള വ്യക്തിവിരോധമോ ഒന്നുമല്ല. മുകേഷ് എന്ന നടൻ MLA, ജനപ്രതിനിധിയായ MLA-ക്കെതിരെ ആരോപണം വരുമ്പോൾ തുടർന്നുള്ള നടപടികൾ CPM എന്ത് സ്വീകരിക്കും? വ്യക്തമായി പറയാം. നിങ്ങൾ ആ ചോദ്യത്തില് വളരെ പ്രസക്തിയുണ്ട്. സിനിമാ നയ രൂപീകരണ സമിതിയിൽ മുകേഷ് തുടരണമോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഗവൺമെന്റും ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നത് പ്രസക്തമല്ല. അത് തെരഞ്ഞെടുത്ത സ്ഥാനമാണ്. അത് കുറ്റകൃത്യം ചെയ്തു എന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഈ പറയുന്നത് അബദ്ധമാണ്, അസംബന്ധമാണെന്ന് LDF-ന്റെ ഉദാഹരണത്തിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ പറയുന്ന MLA മാറേണ്ടതാണല്ലോ. പ്രത്യേകം കേട്ടോണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയായിരുന്ന ശ്രീമാൻ PJ ജോസഫ്, അറിയാവോ മടവൂരിന്? അയാൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ പ്ലെയിനിൽ വെച്ച് ഒരു വനിതയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മന്ത്രിസ്ഥാനത്ത് രാജിവെച്ച് പോയത് സലീം മടവൂർ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ നീല ലോഹിതദാസ നാടാരെന്നും പറഞ്ഞൊരു നേതാവുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്.
നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഏത് ജനതാദളിലാണെന്ന് എനിക്കറിയില്ല. എപ്പോഴോ ജനതാദളിൽ ഉണ്ടായിരുന്ന ആളാണ്. അയാൾ എങ്ങനെയാണ് അയാൾ പോയത്? അയാൾ എങ്ങനെയാ പോയത്? ഇനി നിങ്ങൾ പറഞ്ഞ അടിസ്ഥാന ചോദ്യം അസംബന്ധമാണെന്ന് ഞാൻ ഒന്നുകൂടെ തെളിയിച്ചു തരാം. നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പേ ഉള്ളൂ. നിങ്ങൾ അത് വായിച്ചിട്ടില്ല. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ രംഗത്തെ സ്ത്രീകൾ എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകാൻ പോകുന്നില്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം മടവൂര് വായിച്ചില്ല. ആ ഭാഗം മടവൂര് വായിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള അസംബന്ധങ്ങൾ ഇവിടെ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരകളെ വീണ്ടും നിങ്ങൾ ആക്ഷേപിക്കില്ലായിരുന്നു. ഒറ്റ കാര്യം അവസാനിപ്പിച്ചോളാം. 2017 ഈ കമ്മിറ്റി രൂപീകരിച്ചു. 2019 റിപ്പോർട്ട് കൊടുത്തു. 2024 റിപ്പോർട്ട് പുറത്തു വന്നത്. അതുകൊണ്ട് 2019 2024 നടന്ന മുഴുവൻ സ്ത്രീ പീഡനങ്ങൾക്കും 2019 2024 ഇടയ്ക്ക് സിനിമാ നടന്മാർ നടത്തിയിട്ട മുഴുവൻ സ്ത്രീ പീഡനങ്ങളുടെയും ഉത്തരവാദി ഇവിടെ ഇരിക്കുന്ന ഭരണകൂടവും ഭരണ നേതൃത്വവുമാണ്. ഇതാണ് എന്റെ വാദം. എന്നിട്ട് ഇന്ന് നിങ്ങൾ തിരിച്ചു ചെന്നിട്ട് ഇന്ന് നിങ്ങൾ തിരിച്ചു ചെന്നിട്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ എന്തുകൊണ്ട് പോലീസിന് പരാതി കൊടുക്കുന്നില്ല എന്ന് ജസ്റ്റിസ് കെ ഹേമ എഴുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗം ഒന്നും കൂടി വായിച്ചൊന്നും മനസ്സിലാക്കുന്നത് നന്നായി. വളരെ പെട്ടെന്ന് തിരികെ ഇടവേളയ്ക്ക് ശേഷം തിരികെ ചർച്ചയിലേക്ക്. ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകയായ മിനു മുനീറിൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ദീപക് ട്വിങ്കിൾ സനൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ദീപക്, 6 മണിയോടുകൂടിയാണ് മിനു പോലീസിന് മുൻപാകെ മൊഴി നൽകുന്നത്. 7 പേർക്കെതിരെയാണ് മൊഴി നൽകൽ ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യം, സ്ഥിതിഗതികൾ? നല്ല രീതിയിൽ തന്നെയാണ് പോലീസിനോട് മൊഴി കൊടുത്തത്. അവര് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ മൊഴികളെ ഏറ്റെടുക്കുകയും മീഡിയയിലോട് പറയാത്ത പല കാര്യങ്ങളും പോലീസിനോട്, കാരണം ആദ്യം എന്നോടാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞു അത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയയോട് പറയണ്ട, അത് പോലീസ് ഉദ്യോഗസ്ഥരോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുകയും പോലീസ് ഉദ്യോഗസ്ഥർ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെതായിട്ടുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശ്രീ ദീപക്, ഇവിടെ ചില സംശയങ്ങൾ ഉദിക്കുന്നുണ്ട്. അതായത് ഈ മിനു മുനീർ ആദ്യം മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ മുകേഷ് അവരെ അറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് അറിയാമായിരുന്നുവെന്നും ബ്ലാക്ക്മെയിലിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം മിനു മുനീറിനെതിരെ ഉയർന്ന ആരോപണമെന്ന് പറയുന്നത് പല ആരോപണങ്ങളും വർഷങ്ങൾ പഴക്കമുള്ളതാണ് എന്നാണ്. ഇതിൻ്റെയൊക്കെ ഒരു നിയമസാധുത എപ്രകാരമാണ്? അതായത് ഞാൻ മുകേഷ് MLA അതിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. 23 കൊല്ലം മുമ്പ് നടന്ന സംഭവം. അപ്പൊ എന്തോ ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ മുകേഷ് പറയാമായിരുന്നു 23 വർഷം മുമ്പ് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഭവമൊന്നും അല്ല പുള്ളിക്കാരൻ പറയുന്നത്. നടന്ന സംഭവം എന്ന് തന്നെയാണ് മുകേഷ് MLA പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ വർഷങ്ങളുടെ ആ ഒരു ഡിലേ, ഒരു റേപ്പ്, മർഡർ പോലുള്ള അല്ലെങ്കിൽ സെക്ഷൽ അസാൾട്ട് പോലുള്ള ഈ കുറ്റകൃത്യങ്ങൾക്ക് ഡിലേ എന്ന് പറയുന്നത് അതൊരു തടസ്സമല്ല. ഡിലേക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാവും. അപ്പോ മിനു മുനീറിനോട് എങ്ങനെ ഈ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇത്രയുള്ള ഡിലേ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഇപ്പോഴാണ് അവർക്കൊരു സാഹചര്യം കിട്ടിയത്. ഇത്രയും കാലം ഇതിനു മുമ്പും പല തവണ പറഞ്ഞിട്ടുണ്ട് റെഗുലർ ഇന്റർവൽ ടൈമിൽ. എനിക്ക് തോന്നുന്നു 2020 എന്തോ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പും പത്രക്കാർക്ക് ഈ ഒരു സിനിമാ രംഗത്തും മിനു മുനീർ നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ച് അവര് പലവട്ടവും ചർച്ചയും ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇതൊരു ഒരു പോലീസ് കേസായിട്ട് മാറുകയോ അതിനാരും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. ഇപ്പോഴെന്താണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് പോലീസ് കേസ് ആക്കുന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന് അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പോഴുണ്ടാകുന്ന ഭരണകൂടം ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ
സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി നിയോഗിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ കമ്മിറ്റി പുറത്തു വരികയും അപ്പോഴും ജനങ്ങൾ അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ വളരെ വ്യാകുലപ്പെട്ടപ്പോൾ ഭരണകൂടം തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാം, നിങ്ങൾക്ക് പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം പ്രൊട്ടക്ഷൻ തരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പേരും മുഖവും എല്ലാം വെളിപ്പെടുത്തി. അതെ, തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സധൈര്യം സ്ത്രീകൾ മുന്നോട്ട് വന്നതും. ശ്രീ ദീപക്, 7 പേർക്കെതിരെ, ചലച്ചിത്ര മേഖലയിലെ പ്രബലരായ 7 പേർക്കെതിരെയാണ് മിനു മുനീർ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് അവർ? എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് എന്നുകൂടി താങ്കൾക്ക് ഞങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയുമോ? ഇതില് രണ്ടുപേരുടേത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. മുകേഷ് MLA അതുപോലെ തന്നെ ഇടവേള ബാബുവിന്റെ. എന്താണ് ഗുരുതരം എന്ന് എനിക്ക് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഉള്ളത് ഏറ്റവും താങ്കൾ പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസിനോട് മൊഴി കൊടുത്തിട്ടുള്ളത്. അതിന് ഉതകുന്ന തെളിവുകളും പക്കലുണ്ട്. തെളിവുകൾ പക്കലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തെളിയിക്കാൻ സാധിക്കും. ഒരു വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊഴി കൊടുക്കാനും സാഹചര്യങ്ങൾ പോലീസിനോട് പറയാനേ സാധിക്കുകയുള്ളൂ. തെളിവെടുക്കേണ്ടതും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത് പോലീസാണ്. പോലീസിന് അതിൻ്റെതായിട്ടുള്ള മിഷനറീസ് ഉണ്ട്, അവർ തെളിവ് കളക്ട് ചെയ്യുന്നതാണ് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയരൊക്കെ ഈ മിനു മുനീറിനെതിരെ ഉന്നയിക്കുന്ന മറ്റു ചില ആരോപണങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ആസ്ഥാനത്താകുന്ന സാഹചര്യം തന്നെ ആയിരിക്കും ഈ മൊഴി നൽകി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, അല്ലേ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവർ പറയുന്നതിന് ഒരു നോർമൽ ഒരു സാധാരണക്കാരന് പോലും ചിന്തിക്കാവുന്ന ഇത് എത്ര ബ്ലണ്ടർ ആണെന്ന് കരുതാവുന്ന രീതിയിലാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് മുകേഷ് പറയുന്നുണ്ട്. ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടല്ലേ ഭീഷണിപ്പെടുത്താവൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ റിവീൽ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഭീഷണിയാവുള്ളൂ. വെറുതെ ഒരാളെ കയറി ഭീഷണി ചെയ്യാൻ പറ്റൂ? ഭീഷണി എന്ന് പറയുന്നത് മുകേഷ് ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരു MLA കൂടി ആയിരിക്കുമ്പോഴാണ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത്. ഇദ്ദേഹം വിളിച്ചാൽ ഏത് പോലീസാണ് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് പോലീസിൽ വിളിച്ചു കഴിഞ്ഞാലും കേസെടുക്കും, അവരെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ എത്രയോ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് മുകേഷ് ഈ ഭീഷണി വന്ന സമയത്ത് ജസ്റ്റ് പോലീസിനെ ഇൻഫോം ചെയ്തില്ല, അല്ലെങ്കിൽ അമ്മയെ ഇൻഫോം ചെയ്തില്ല, അല്ലെങ്കിൽ മീഡിയ അറിയിച്ചില്ല? എന്തുകൊണ്ട് അപ്പൊ ചെയ്യാത്തത്? ശ്രീ ദീപക്, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. എന്തായാലും ഈ മൊഴികളിൽ ഉറച്ചു നിൽക്കും, തുടർന്നുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിൽ നിന്ന് ഒരു പിന്മാറ്റമോ വ്യതിചലനമോ ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണോ താങ്കളും പ്രതീക്ഷിക്കുന്നത്? കാരണം മിനു മുനീറിന്റെ അഭിഭാഷകനാണ്, ഇതുമായി മുന്നോട്ട് പോകും. എത്ര സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? ഞാൻ കുറച്ചു മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ കണ്ടു. അപ്പം ചാനലിൽ അവർ പറയുന്നു നിങ്ങളുടെ മുഖം മറിച്ചാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കണ്ട, എന്റെ മുഖം കാണിക്കാതെ ഒരു ചർച്ചയും വേണ്ടാന്നതിന് അർത്ഥം അത് അവരുടെ കോൺഫിഡൻസ് ആണ്. എന്റെ മുഖം കാണിച്ചുകൊണ്ട് ഞാൻ പറയുന്നെങ്കിൽ അതിൽ അത്ര സത്യസന്ധത ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള ആരോപണം ചെയ്തവര് ഒരു അഡ്വക്കേറ്റിന്റെ സഹായത്തോടെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് ആ കേസ് ജയിക്കണം എന്നുള്ള ഒരു അത്രയും ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ തന്നെ കൂട്ടുപിടിച്ചവർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വാസം. ഞാനങ്ങനെ എല്ലാ കേസും എടുക്കുന്നതല്ല, അവരുടെ വിവരങ്ങൾ കേട്ടപ്പോൾ അതിൽ സത്യമുണ്ടെന്ന് തോന്നിയിട്ടാണ് അവരുടെ കൂടൊപ്പം നിൽക്കുന്നത്. ശരി, ഒരു കാര്യം കൂടി ശ്രീ ദീപകിന് ചലച്ചിത്ര മേഖലയിലെ ചിലരുമായൊക്കെ ബന്ധമുണ്ട്. കാരണം താങ്കൾ ഈ പ്രൊഫഷൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ താങ്കൾക്ക് വ്യക്തിപരമായി താങ്കൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഏത് രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കും വിധേയമാകാതെ തന്നെ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യില്ലേ? തീർച്ചയായിട്ടും എന്റെ പ്രൊഫഷനാണ്. പ്രൊഫഷൻ മാത്രമല്ല, സത്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരോടൊപ്പം നിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അല്ലെങ്കിൽ പുരുഷൻ ഒരുപാട് നിയമത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു, അവനെ രക്ഷിക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തിക്കുന്ന ആളാണ്. പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. പുരുഷന്മാരുടെ അവകാശങ്ങളെ പറ്റി നിരന്തരം സംസാരിച്ച് റീൽസ് ഇടുന്ന ആളാണ്. ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ അതിൽ അത്രയും സത്യസന്ധത ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ ദീപക് ട്വിങ്കിൾ സനൽ പ്രതികരിച്ചതിന്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് മുകേഷിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. മുകേഷിനോട് മാറി നിൽക്കാൻ പറയാനുള്ള ഒരു ആർജവം എന്തുകൊണ്ട് CPM-ന് ഉണ്ടാകുന്നില്ല? നോക്കൂ, ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു ഈ ചർച്ചയിൽ.
സാധാരണ ചർച്ചയിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിന്റെ ഒരു രീതി അല്ലാത്തതാണ് ഇടപെടുന്നത്. എന്റെ ഒരു അടുത്ത സുഹൃത്താണ് സലീം മടവൂർ. സലീം മടവൂർ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതൃ ചുമതലയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. ഇടതുപക്ഷം നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് എന്നുള്ളതാണ്. ഈ ചർച്ച കഴിഞ്ഞ് സലീം ശാന്തമായിട്ട് സലീം ഇതുവരെ പറഞ്ഞ വാക്കുകൾ ഒന്ന് എടുത്ത് പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഒന്ന്, ഇതിന് അദ്ദേഹം പറയുന്നത് ഷാജഹാൻ സാർ വ്യക്തമായി മറുപടി പറയാൻ പ്രതീക്ഷിക്കുന്നു. ഇത് അന്ന് മറുപടി പറഞ്ഞില്ല, അന്ന് പരാതി പറഞ്ഞില്ല. അവസരങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നവരാണ് പലരും. സലീം, നിങ്ങൾ അവമതിക്കുന്നത് സലീം ഒരു കാര്യം ചെയ്യേ. സലീം, ഞാൻ നിങ്ങൾ പറയുന്ന ഇടയ്ക്ക് കയറി പറയാതിരുന്ന എന്റെ ശീലമല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ശാന്തമായി ജനം ടിവിയുടെ ഈ ചർച്ച ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ. താങ്കൾ പലവരും പറഞ്ഞ കാര്യം അവസരങ്ങൾക്ക് വേണ്ടിയും കീർത്തികൾക്ക് വേണ്ടിയും വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവാം. അതുകൊണ്ട് പലരും പുറത്തു പറഞ്ഞില്ല, അത് ബോധപൂർവം അവർ ചെയ്തതാണ്. വീണ്ടും താങ്കൾ പറയുന്നു ഹേമ കമ്മിറ്റി മുമ്പാകെയുള്ള ആളോട് അല്ലെങ്കിൽ ഇവർ പരാതി പുറത്തു പറഞ്ഞില്ല. സലീം മടവൂർ ഒരു കാര്യം ശ്രദ്ധിക്കണം. 4.5 വർഷം മുമ്പ് ഒരവസരം തങ്ങളുടെ മനസ്സിൽ അടക്കിപ്പിടിച്ച വേദനയും പ്രയാസവും പറയാൻ ഒരവസരം കിട്ടിയപ്പോൾ അത് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ അവർ വെളിപ്പെടുത്തി. വള്ളി പുള്ളി വിടാതെ ജസ്റ്റിസ് ആ റിപ്പോർട്ടായിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, ആരൊക്കെ എന്തൊക്കെ ആരെക്കുറിച്ചൊക്കെയാണെന്ന് വ്യക്തമായി 2ാം ഭാഗം ഇനിയും പുറത്തുവിട്ടിട്ടില്ല. അതിന് നിങ്ങൾ പറയുന്ന ന്യായം കോടിക്കണക്കിന് രൂപയുടെ മുടക്കി ജനങ്ങളുടെ നികുതിപ്പണം മുടക്കിയെടുത്ത റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഹേമ പറഞ്ഞു എന്നാണ്. ഹേമ പറഞ്ഞത് കേൾക്കേണ്ട എന്ത് ബാധ്യതയാണ് നിങ്ങൾക്കുള്ളത്, ഇടതുപക്ഷ സ്ത്രീപക്ഷക്കാർക്കുള്ളത്? അത് ഗവൺമെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് അല്ലേ അത് പുറത്തുവിടേണ്ടത്? താങ്കൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, താങ്കൾ എന്ന് പറഞ്ഞ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ പലപ്പോഴും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല, ധാർമ്മികയുടെ പേര് നിരക്കുന്നതല്ല. ഇനി താങ്കൾ പറഞ്ഞ ഒരു വാക്ക്, ഒരു പ്രയോഗം, ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ ഉണ്ടായ നിലപാടിന് നിങ്ങൾ അംഗീകരിക്കുന്നു സലീം മടവൂരെ? നിങ്ങൾ മാതൃകയാക്കുന്ന പാർട്ടിയാണോ BJP? ഞാൻ ചോദിക്കട്ടെ താങ്കളോട്, 10 വർഷത്തിലധികം മുമ്പ് നടന്ന സംഭവത്തില്, ആ സംഭവം ഉണ്ടായതിനു ശേഷം എന്ത് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന വിഷയത്തില് പിന്നീട് ഇവർ തന്നെ പറഞ്ഞത് എന്താണ്? എനിക്ക് പിതൃതുല്യനാണ്, തന്റെ വിവാഹത്തിന് മാലയെടുത്തു തരാൻ അച്ഛൻ വേണ്ട, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം വേണം. അതൊക്കെ നമുക്ക് വാദത്തിന് വേണ്ടി തള്ളിക്കളയാം. എന്റെ വിനയപൂർവ്വമുള്ള ചോദ്യം, ഈ കേസുമായി കോടതിയിൽ പോയല്ലോ ഇവര്, കോടതി നടപടികൾ പരിശോധിച്ചല്ലോ, എന്തേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും കോടതി തയ്യാറായില്ല സലീമെ? ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾ വാദത്തിന് വേണ്ടി നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മാതൃകയാക്കുന്നത് BJP ആണോ? BJPയുടെ നയങ്ങളും പരിപാടികളും എല്ലാം നിങ്ങൾ മാതൃകയാക്കുമോ? അതല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുമോ? മറ്റു കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചോദിച്ചു. സലീം മടവൂർ ഒരു ദേശീയ ചുമതല വഹിച്ച വ്യക്തി എന്ന നിലയ്ക്കും ഇടതുപക്ഷം സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന താങ്കൾ അടിമുടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ വിരുദ്ധതയാണ്, കശ്മലന്മാരെയും അധാർമികവാദികളെയും പിന്തുണയ്ക്കുകയാണ്. ഞാൻ സലീമിനോട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് ഈ ആരോപണം എന്റെ അറിവ് ശരിയാണെങ്കിൽ 16ഓളം പേരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർ മുൻപ് വരാത്തതിന്റെ കാരണം പറഞ്ഞു. ഇനി നിങ്ങളുടെ സർക്കാർ ഈ റിപ്പോർട്ട് 4.5 കൊല്ലം മുമ്പ് പുറത്തുവിട്ടിരുന്നെങ്കിൽ, സലീം, 4.5 വർഷം മുമ്പ് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ കൈകളിൽ കിട്ടിയ ഈ കടലാസ് പുറത്തുവിട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ 4.5 കൊല്ലം പീഡിപ്പിക്കപ്പെട്ട നിഷ്കളങ്കരോട് നിങ്ങൾ ചെയ്ത കൊടിയ പാതകത്തിന് നിങ്ങൾക്ക് മാപ്പ് പറയാൻ സാധിക്കുമോ? ഇപ്പോഴത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു, ചെറുപ്പക്കാർ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചാനലിൽ വന്നിരുന്ന് വാദത്തിന് വേണ്ടി പറയുന്ന നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാം. ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഞാൻ സലീമിനോട് ഒറ്റ ചോദ്യം ചോദിക്കും. അല്ല സാർ, എന്താണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണന്റെ ഈ സിനിമാ നയം രൂപീകരിക്കുന്ന അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്? നിങ്ങൾ പറഞ്ഞല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു വന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തി എന്നതിന് കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും ആ ശിക്ഷാ നടപടി സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്ത തൊഴിലാളി വിരുദ്ധനും മനുഷ്യ വിരുദ്ധനുമാണ് ബി ഉണ്ണികൃഷ്ണൻ. ആ ബി ഉണ്ണികൃഷ്ണനെ ഇതിനകത്ത് വെക്കുന്നത് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ അവരുടെ റിപ്പോർട്ടിൽ പരാമർശമില്ലേ? അടിമുടി നിങ്ങൾ സ്ത്രീപക്ഷത്തുള്ളവരാണെന്ന് പറയുകയും സ്ത്രീകളെ സംരക്ഷിക്കുന്നതാണെന്ന് പറയുകയും സകല കശ്മലന്മാരെയും ലൈംഗിക വൈതൃകങ്ങളും മനുഷ്യത്വ വിരുദ്ധ നിലപാടുകളുമുള്ള
ആളുകളെ നിങ്ങൾ കൂടെ കൂട്ടുകയും ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടി സലീമിനോട് പറയും, ഒരുപക്ഷെ എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകന്മാരാരും മുകേഷിന്റെ രണ്ടാമത്തെ ഭാര്യയെ വ്യക്തമായി ബന്ധപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരോട് ഇന്റർവ്യൂ ചോദിക്കുന്നില്ല എന്ന് അത്ഭുതപ്പെടുത്തുന്നു എന്നെ. ഒന്നും കൂടി ഞാൻ പറയാം, ഒരു പ്രേക്ഷകൻ നിങ്ങൾ ഈ പറയുന്ന ജനകീയവാദിയെ ഫോണിൽ വിളിച്ചപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് തരംഗമായിട്ട് ഉണ്ടായിരുന്നു സലീമെ. അത് ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടാണ് അത് പുറത്തു വിട്ടുകൊണ്ടിരുന്നത് താങ്കൾ അറിയുമോ? ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് വാദത്തിന്റെ പേരിലായാലും എത്ര നിങ്ങൾ ഏത് അത്തറ് പൂശി ഇദ്ദേഹത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാലും ഈ മനുഷ്യൻ, ഇദ്ദേഹം ഒരു MLA ആവാനോ ജനപ്രതിനിധിയാവാനോ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് വരാനോ ഇത്തരത്തിലുള്ള ഉന്നതമായ പദവികൾ അലങ്കരിക്കാനോ അവിടെ നിൽക്കാനോ യോഗ്യനല്ലെന്ന് മാത്രമല്ല, അവനെ ന്യായീകരിക്കുന്ന താങ്കളെപ്പോലുള്ളവർ നിങ്ങളുടെ വീട്ടിലെ സഹോദരിമാരുടെ മാനത്തെയാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത്. സിനിമാ മേഖലയിൽ വഴങ്ങിക്കൊടുക്കുന്നത് അധികാരവും സ്വാർത്ഥതയും കൊണ്ടാണെന്നും അവർക്ക് എന്തോ നേട്ടത്തിനു വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ മേഖലയുള്ളവരെ മുഴുവൻ നിങ്ങൾ അപകദിക്കുകയാണ്. അതാണ് ഷാജഹാൻ സാർ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ അടിമുടി സ്ത്രീവിരുദ്ധനായി മാറുകയും സ്ത്രീവിരുദ്ധരെ സംരക്ഷിക്കുന്ന ആളുകളായി മാറുകയും ചെയ്യുന്ന ഭീകരമായ ശ്രീ സലീം മടവൂർ, അതെ, അതിന് മറുപടിയാണ്. അതായത് ഇവിടെ എന്തിന് CPM ഇത്ര വലിയൊരു ബാധ്യത ചുമക്കുന്നു, ഇത്രയധികം പ്രതിഷേധ സ്വരം ഉയർന്നിട്ടും എന്തിന് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരകളൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇതിനൊന്നും പ്രസക്തിയില്ല. അല്ലാതെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇത്രയധികം പരാതികൾ വന്നിട്ടും മുകേഷിനെ എന്തിന് സംരക്ഷിക്കുന്നു? ശരി, എനിക്കൊരു 2 മിനിറ്റിന്റെ ഉള്ളിൽ തടസ്സമില്ലാതെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. ഒന്ന്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ ആളുകൾ ആരോപണം ഉന്നയിച്ച ആളുകൾ 15-18 വർഷം മുമ്പ് നടന്ന സംഭവങ്ങള് അവർ അന്നും സ്വാധീനമുള്ളവരും ശക്തരുമായ സ്ത്രീ പക്ഷ ആളുകളാണ്, അല്ലെങ്കിൽ ആ രംഗത്ത് ഉയർന്നു വന്ന ആളുകളാണ്. അവർ പരാതിപ്പെട്ടിരുന്നെങ്കിൽ കുഞ്ഞനിയത്തിമാർ ഇത്തരം ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ച് എന്താ പറയാ, ആടിനെ പട്ടിയാക്കി പട്ടിയെ പട്ടിയാക്കി അതുപോലെ ഒരു ഉദാഹരണം അല്ല, അതുകൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടി, അന്ന് അവർ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നു. അവർക്ക് എവിടെ എങ്ങനെ എന്തു പറയണം എന്നു പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമായിരുന്നു. അതിനുശേഷം അവരതെല്ലാം ഉള്ളിൽ ഒതുക്കി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അതിന്റെ നിയമവശങ്ങളും സധൈര്യം പറയാം സമൂഹത്തിന് മുന്നിലേക്ക് എന്നുള്ളതിലേക്ക് എത്തിയത്. ഒരു 18 വയസ്സിനു താഴെയുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്കത് വന്ന് പൊതുസമൂഹത്തിൽ അവർ എത്ര പ്രബലരായാലും ഒന്നും വരാൻ ധൈര്യപ്പെടില്ല. അതുകൊണ്ടാണല്ലോ സ്ത്രീപക്ഷത്ത് നിയമം എപ്പോഴും സ്ത്രീപക്ഷത്ത് നിൽക്കുന്നത്. അല്ല, പറയട്ടെ, 21 വയസ്സുള്ള ആ കുട്ടിയുടെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞ. 21 വയസ്സ് അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഉത്തരവാദപ്പെട്ട സംവിധാന രംഗത്തൊക്കെ തന്നെ ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് ആരോപണം വന്നല്ലോ. അവർക്ക് അന്ന് കൃത്യമായി പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു, കുഞ്ഞനിയത്തിമാരെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാ പറഞ്ഞത്. ഒരുപാട് കുഞ്ഞനിയത്തിമാരെ രക്ഷിക്കാമായിരുന്നു, ഇനി തുടർന്നും കുഞ്ഞനിയത്തിമാരെ രക്ഷിക്കാമായിരുന്നു. ഈ കുഞ്ഞനിയത്തിമാർ എന്നൊക്കെയുള്ള പദപ്രയോഗം വളരെ നല്ലതാണ് ശ്രീ സലീം മടവൂർ. പക്ഷേ ഇവിടെ ആര് രക്ഷിക്കുന്നു എന്തിന് ഈ ആരോപണങ്ങളുടെയൊക്കെ ചരിത്രം പോയി പരിശോധിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇരവാദം. ശ്രീ ഷാജഹാൻ BJPക്ക് വേണ്ടിയാണോ കോൺഗ്രസിന് വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ ഉന്നയിച്ചൊരു അസംബന്ധം, ഞാൻ പറഞ്ഞ അസംബന്ധം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? PJ ജോസഫ് രാജിവെച്ചില്ലേ, നീലലോഹിതദാസൻ നാടാർ രാജിവെച്ചില്ലേ, അതൊക്കെ തന്നെ ഇന്ന് നിയമിക്കാവുന്നതും നാളെ പുറത്താക്കാവുന്നതും മറ്റന്നാൾ വീണ്ടും നിയമിക്കാവുന്നതുമായ മന്ത്രിസ്ഥാനമാണ്. ഒരു കാലത്തും കേരളത്തിന്റെ ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ആരോപണം വന്ന ഉടനെ ഒരു MLA രാജിവെച്ച പാരമ്പര്യം ഇല്ല, ചരിത്രമില്ല. MLA വീണ്ടും അസംബന്ധം പറയുകയാണ്. അസംബന്ധം പറഞ്ഞത് നിങ്ങളാണ്. അസംബന്ധം പറഞ്ഞത് നിങ്ങൾ എന്താ പറഞ്ഞത്? MLA സ്ഥാനം അസംബന്ധം വീണ്ടും നിങ്ങൾ പറയുകയാണ്. നിങ്ങളൊരു പാർട്ടിയുടെ എന്തോ അഖിലേന്ത്യാ നേതാവായിരുന്നാണ് BJPയുടെ. നിങ്ങൾ എങ്ങനെ അങ്ങനെ ആയി എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിണറായി വിരോധം അസംബന്ധം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് വേറെ ഒരു അജണ്ടയും ഇല്ല. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്നുറങ്ങുന്നത് വരെ ഇടതുപക്ഷത്തെ ചീത്ത പറയാൻ വേണ്ടി മാത്രം നടക്കുന്ന അസംബന്ധം മാത്രം പറയുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ BJPക്ക് വേണ്ടി സംസാരിക്കും, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കും, ആർക്ക് വേണ്ടി സംസാരിക്കും. എതിർപക്ഷത്ത് ഇടതുപക്ഷമാവണമെന്നേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പച്ചക്കള്ളല്ലേ? PJ ജോസഫ് MLA സ്ഥാനാണോ രാജിവെച്ചത്? നീലലോഹിതദാസൻ നാടാർ MLA സ്ഥാനാണോ രാജിവെച്ചത്? നിങ്ങൾ എങ്ങനെയാ അതും ഇതും ഒന്നാന്ന് പറയാ? അവര് രാജിവെച്ചത് മന്ത്രിസ്ഥാനമാണ്.
അവർക്ക് തിരിച്ചു വരാം. പി ജെ ജോസഫ് മന്ത്രിസ്ഥാനത്ത് തിരിച്ചു വന്നില്ല. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? കളവല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇത്രയും നേരം എനിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇനി ഒരു 5 മിനിറ്റ് നിങ്ങൾ മിണ്ടാതെ അവിടെ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരുന്ന് കേൾക്കണം. നിങ്ങൾ എനിക്കെതിരെ പറഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി തരണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ മിണ്ടാതിരിക്കണം. ഇനി ഇത്ര നേരം അവിടെ വ്യക്തിപരമായി എനിക്കത് പറഞ്ഞതിന് എനിക്ക് മറുപടി തരണം. മറുപടി തീർന്നാൽ നിങ്ങൾ പറയാം. എന്റെ മറുപടി തീർന്നാൽ നിങ്ങൾ പറയാം. തീർന്നല്ലോ നിങ്ങളുടെ മറുപടി. ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞതൊന്നും വ്യക്തിപരമല്ല. ഇവിടെ റിപ്പോർട്ട് വ്യക്തിപരമായി എനിക്കെതിരെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. എനിക്കെതിരെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ശ്രീ സലിം മടവൂർ ഒരു കാര്യം പറഞ്ഞാൽ തീർത്തു. ഒരു കാര്യം നിലകൊള്ളുന്നു എന്നുള്ളതിനല്ല പ്രസക്തി. ശ്രീ സലിം മടവൂർ, താങ്കൾ സർക്കാരിന്റെ നയം, നിലപാട് അത് വ്യക്തമാക്കൂ. അതെ, പറയാം. ഞാനത് പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സർക്കാരിന്റെ നയമല്ല, എനിക്ക് RJDയുടെ ഭാഗത്ത് നിന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു സിനിമയുടെ നയരൂപീകരണ സമിതിയിലെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സിനിമാ നയരൂപീകരണ സമിതിയുടെ അംഗത്വം മുകേഷ് തുടരണമോ എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തുടരണമെന്ന് പറഞ്ഞു. അതേ സമയത്ത് MLA സ്ഥാനം അത് കുറ്റപത്രം, അത് അയാൾക്ക് രാജിവെക്കാം, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാം, അതൊക്കെ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. MLA സ്ഥാനം അതുപോലെയല്ല. അത് വളരെ വ്യക്തമായ തെളിവ് കിട്ടി കുറ്റപത്രം കൊടുക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. മറ്റൊന്ന്, റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നു എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല. കുറ്റപത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇടുന്നതാണോ, അതല്ല ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടി ഗവൺമെന്റ് അന്ന് മുതൽ ഈ മേഖല നിരീക്ഷിക്കുന്നു, ഗവൺമെന്റ് അതിനിടയ്ക്ക് ഗൗരവമായ നിരീക്ഷണം നടത്തുന്നു. ജനങ്ങളെ കയ്യിൽ കിട്ടിയിട്ടെന്താ ചെയ്യാൻ? നിങ്ങൾ ഇനിയൊന്ന് 5 മിനിറ്റ് അടങ്ങ്. അപസ്മാരം ബാധിച്ച പോലെ നിങ്ങൾ ഒന്ന് അടങ്ങി തിരുവരം. മറ്റുള്ളവർ കൂടെ എന്തെങ്കിലും പറയട്ടെ. ആരെ വിഡ്ഢിയാക്കാനാണ്? ഈ 4.5 വർഷം സർക്കാർ സിനിമാ മേഖല ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു അല്ലേ? ഇത് ആരെ മണ്ടരാക്കാനാണ്? നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല, ഇവിടെ ഗവൺമെന്റിന് നടപടികൾ എടുക്കാനാണ്, പോലീസിന് നടപടി എടുക്കാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? നിരീക്ഷിച്ചല്ലോ. എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? 4.5 വർഷം നിരീക്ഷിക്കാൻ വേണമായിരുന്നു. അല്ല, ഇവിടെ വനിതാ കമ്മീഷൻ എടുക്കൊരു ഉത്തരവിട്ടു. ടോയ്ലറ്റ് വേണം, സൗകര്യങ്ങൾ വേണം, ഡ്രസ് മാറാനുള്ള സൗകര്യം കണ്ടില്ലേ? ഇത് പറഞ്ഞത് എപ്പോഴാ? ഇത് എപ്പോഴാ പറഞ്ഞത്? ഇനി ഇത്തിരി ഒന്ന് അടങ്ങ്. അബദ്ധം മാത്രം. ഈ RJD എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു ഗതികേട് നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരെ താങ്ങി നടക്കുന്നത്. അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എനിക്കെതിരെ പറഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കേൾക്കുന്നവരും മറുപടി പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുന്നതനുസരിച്ച് മന്ത്രിസ്ഥാനത്തേക്കാൾ വലുതാണ് MLA സ്ഥാനം. മന്ത്രിയാണ് ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൻ. പിന്നെ നിങ്ങൾക്ക് നിയമത്തിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് കേട്ടാൽ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട ഒരു കുറ്റത്തിൽ മന്ത്രിയാണ്, മന്ത്രിക്ക് ഒരു പിന്നെ റിഡ്രസല്, പിന്നെ MLA. ഇത് ഞാൻ ചോദിക്കുന്ന സുഹൃത്തെ, നിങ്ങളൊരു പാർട്ടിയുടെ എന്തോ ഭാരവാഹിയാന്നല്ലേ പറയുന്നത്? ആ പാർട്ടിക്കെങ്കിലും ഒരു നിലയും വിലയും വേണ്ടേ? ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ മന്ത്രിയാണെങ്കിൽ ഒരു കുറ്റം, MLA. എന്തൊരു വിവരം കെട്ട വർത്താനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഒറ്റ മിനിറ്റ് മിണ്ടരുത്. ഞാൻ പറഞ്ഞിട്ടേ മിണ്ടാവുള്ളൂ. എന്നെ പറഞ്ഞ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ മുഴുവൻ ഈ ദേശീയ നേതാവ് പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരുന്നില്ല. ഇനി ദേശീയ നേതാവ് 2 മിനിറ്റ് മിണ്ടാതെ അവിടെ ഇരിക്കണം. ഇത്രയും നേരം എന്നെ വ്യക്തിപരമായി പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്നു. ഞാനിപ്പോഴും ഈ ദേശീയ നിർത്തണം. ഞാനിപ്പോഴും ഈ ദേശീയ നേതാവിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഈ ദേശീയ നേതാവ് പറയുന്ന കാര്യങ്ങൾ ആ നേതാവിന്റെ പാർട്ടിക്ക് ദോഷമാണ്. ആ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അപഹസിക്കപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞ എന്താണ്? 2019 ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു, 24 വരെ നിരീക്ഷിക്കണം. എന്റെ പൊന്നും മടവൂരെ,
ഇങ്ങനെ തൊഴാനാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ തൊഴാനാണ് എനിക്ക് തോന്നുന്നത്. കയ്യിൽ കിട്ടിയത് മുതൽ ഈ രംഗത്ത് ഗവൺമെന്റിന്റെ ഇടപെടലുണ്ട്. ഉണ്ട്. അത് പിണറായി വിജയൻ പോലും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടു. അത് എവിടുത്തെ ഇടപെടലായിരുന്നു എന്നുള്ളത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ രണ്ട് പാനലിസ്റ്റും കണ്ടിട്ടില്ല, രോഹിണിയും കണ്ടിട്ടില്ല, ഒരു നാട്ടുകാരും കണ്ടിട്ടില്ല. നിങ്ങളിത് എവിടെയാണ് സുഹൃത്തെ കണ്ടത്? നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയോ? ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവി, നിങ്ങൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനി ചാനലിൽ പോയിരുന്ന് വിളിച്ചു പറയരുത്. പിണറായി വിജയൻ പോലും സഹിക്കില്ല. കാരണം നിങ്ങളൊരു ഞാൻ മണ്ടത്തരം പറഞ്ഞാൽ മനസ്സിലാക്കാൻ, കാരണം ഞാനൊരു വ്യക്തിയാണ്, നിങ്ങളൊരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. ആ പാർട്ടിയുടെ തുണിയുരിഞ്ഞു പോകും. ഇതുപോലുള്ള മണ്ടത്തരം പറഞ്ഞാൽ ആ പാർട്ടിയുടെ തുണിയുരിഞ്ഞു പോകും. അബദ്ധം പഞ്ചാംഗമാണ് നിങ്ങൾ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നതിന്റെ നാണക്കേട്, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രേയംസ് കുമാറിനാണ്. നിങ്ങൾക്കല്ല, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ശ്രേയംസ് കുമാറാണ് തുണി ഉരിഞ്ഞു പോകുന്നത്. ആ പാർട്ടിയാണ് തുണി ഉരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് വിവരക്കേട് പറയുന്നത് ഇനി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചാനൽ ചർച്ചയ്ക്കും ദയവായി നിങ്ങൾ പോകരുത്. ശ്രീ സലിമടവൂർ, ഒരു നേട്ടം നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക. ശരി. നിങ്ങൾ ഇനി ഹേമ കമ്മിറ്റിയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരിടത്തും പോകരുത്. നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. അതിനു മുൻപ് ശ്രീ സലിമടവൂർ, ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം CPI വ്യക്തമാക്കി കഴിഞ്ഞു, മുകേഷ് തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണമെന്നുള്ളത്. അത്തരമൊരു ആർജവമെങ്കിലും ഈ ഘടകകക്ഷികൾക്ക് ഉണ്ടാകുമോ? സർക്കാരിന്റെ പൊതുനയമല്ല ചോദിക്കുന്നത്, ഘടകകക്ഷി എന്നുള്ള രീതിയിൽ. എന്നോടാണോ? അതെ, ചോദ്യം കേട്ടില്ല. ഘടകകക്ഷി എന്നുള്ള രീതിയിൽ ഈ ഒരു ജനപ്രതിനിധിയോട് മാറി നിന്ന് അന്വേഷണം നേരിടാൻ പറയാനുള്ള ആർജവം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ നിങ്ങൾക്ക് ഉണ്ടാകുമോ? അല്ല, ജനപ്രതിനിധി സ്ഥാനത്ത് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിൽ എത്രയോ ഇന്ത്യയുടെ ചരിത്രമല്ല ചോദിക്കുന്നത്. CPI അവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. CPIയുടെ പ്രമുഖ നേതാവ് ആനി രാജ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞു, ഇത്രയും ആരോപണ വിധേയനായ ഒരു MLA. ശരി, അതിനുള്ള നിലപാട് തിരികെ എത്താം. നിലപാടില്ല എന്നുള്ളത്, ആ കാര്യത്തിൽ നിലപാടില്ല എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. അഡ്വക്കേറ്റ് ദീപക് ടിങ്കൽ സനൽ, എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളുമായി തന്നെ മിനു മുനീർ വെളിച്ചത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. അത് തുടർന്നും ഉണ്ടാകും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ അവർക്കെതിരെ ഉന്നയിക്കുന്ന പല വാദങ്ങളും പൊളിച്ചടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അവർക്കുള്ള വാദങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പോലീസ് അന്വേഷണത്തിൽ പോലീസ് റിപ്പോർട്ട് വരുമ്പോൾ അതൊന്ന് മനസ്സിലാവും. അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ ആരാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അവർക്ക് നിയമപരമായിട്ട് നേരിടാം. കാരണം നിലവിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങൾക്ക് മുൻപാകെ അത് വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല, രഹസ്യ സ്വഭാവമുണ്ട്, അത് മനസ്സിലാക്കാം. പക്ഷേ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം ഗുരുതരമാണ്. 7 പേർക്കെതിരെയാണ് അവർ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ 2 പേർക്ക് അതിഗുരുതരമായ ആരോപണങ്ങളും മറ്റുള്ളവർക്ക് സ്ത്രീകളുടെ സെക്ഷൽ അസാൾട്ടിനെ പറ്റിയുള്ള ആരോപണങ്ങളുമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, എന്തായാലും ഇനി തുടരന്വേഷണങ്ങളൊക്കെ എപ്രകാരമായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. രോഹിണി, വളരെ വ്യക്തമാണ്. നോക്കൂ, രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരാണ്? ഇതിന്റെ ഗുണഭോക്താക്കൾ പാർട്ടിയും ഇടതുപക്ഷ നേതാക്കന്മാരുമാണ്. ഇന്ന് കുറ്റാരോപിതനായി സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ട രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് എന്ന് പറഞ്ഞ സലീം നിഷേധിക്കുമോ? ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സലീം പറഞ്ഞല്ലോ, കുഞ്ഞനുജത്തിമാര്, എത്ര മനോഹരമായ പദം. ആ കുഞ്ഞനുജത്തിക്ക് അമ്മയുടെ ഒരു അംഗത്വം കിട്ടാൻ എന്തൊക്കെ അഭിനയിക്കുന്നത് പിന്നെയല്ലേ സലീമെ? അവിടെ അംഗത്വം കിട്ടാൻ എന്തൊക്കെ നടപടികളിലൂടെ കടന്നു പോകണമെന്ന് ഇടവേള ബാബുവും മുകേഷും പറഞ്ഞിട്ടുണ്ട്. ഒരു സംഘടനയിൽ അംഗത്വം കിട്ടാൻ അഭിനയിക്കുന്നത് പിന്നെയാണല്ലോ. ചുരുക്കി ഇടതുപക്ഷത്തിന്റെ പോഷക സംഘടനയാണോ? എന്താ? അമ്മ ഇടതുപക്ഷത്തിന്റെ പോഷക സംഘടനയാണോ? വേണ്ടെന്നേ അല്ല, നിങ്ങൾ അംഗീകരിക്കേണ്ടെന്നേ ഞാൻ പറയുന്നത്. അങ്ങനെ അതിനെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ MLA, നിങ്ങൾ വെള്ളം പൂശുന്ന MLA, അതിനൊരു അംഗത്വം കിട്ടണമെങ്കിൽ കടന്നു പോകേണ്ട നടപടികൾ പറയുമ്പോൾ
അവർ നേരിട്ട പീഡനങ്ങളും അവരനുഭവിച്ചിരിക്കുന്ന നടപടികളും എന്തായിരിക്കുമെന്ന് ഓർക്കാൻ വലിയ ബുദ്ധിയൊക്കെ വേണോ? അതെ. പിന്നെ ഇത്തരത്തിലുള്ള കശ്മലന്മാരുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായിട്ട് പാർട്ടി സെക്രട്ടറിമാരെ മക്കളെ നിശ്ചയിക്കുമ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കളല്ലേ സലീമെ നിങ്ങൾ എല്ലാവരും? ഇവിടെ ഈ സിനിമാ മേഖലയിലെ അപജയം എന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയ കൂട്ടുകെട്ട് കൂടി വന്നിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടതുപക്ഷത്തിന്റെയും ഒരു നേതാക്കന്മാരും അല്ല, അത് തന്നെ നിരപരാധികളായ രഞ്ജിത്തിന്റെ അഡീഷണൽ ഡയറക്ടർ ഇന്നയാളാണ് എന്ന് നിങ്ങൾ നിഷേധിക്കുമോ? ഇക്കാലം അത്രയും റിപ്പോർട്ട് കിട്ടിയിട്ട് അത് അടവെച്ചിരുന്ന ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ സാധിക്കുമോ? ഇവരൊക്കെ സ്ത്രീപക്ഷത്തുള്ളവരാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വാക്കുകളെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുമോ? സാംസ്കാരിക വകുപ്പ് മന്ത്രി പോലും ഇന്നലെ വരെ ന്യായീകരിച്ചു. സലീം ചെയ്യുന്നത് അത് തന്നെയല്ലേ? പകരം ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി CPI-കാരൻ വാ തുറന്നു പറഞ്ഞു, അവർക്ക് വാഴപ്പിണ്ടി അല്ലെന്ന് അവർ പറഞ്ഞു. സ്ഥാനത്തുനിന്ന് മാറി നിൽക്കണം. രോഹിണി ചോദിച്ച ചോദ്യം അതാണ്. RJPക്ക് ധൈര്യമുണ്ടോ ഈ ധാർമ്മികതയോടൊപ്പം നിൽക്കാൻ? ഈ സ്ത്രീവിരുദ്ധരായ ആളുകൾക്കെതിരായിട്ട് നടപടി ആവശ്യപ്പെടാൻ ഇടതുപക്ഷത്തിനകത്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുമോ? ശരി, നമുക്ക് സമയക്കുറവുണ്ട്, ദയവായി ക്ഷമിക്കുക. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. വെളിച്ചം കാണാതെ 4.5 വർഷം പൂഴ്ത്തിവയ്ക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വൻമരങ്ങൾ ഓരോന്നായി കടപുഴകി തുടങ്ങി. ഇരവാദങ്ങൾ എത്ര നിരത്തിയാലും അഗ്നിശുദ്ധി വരുത്തേണ്ടത് ആരോപണ വിധേയർ തന്നെ. രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് ഇട നൽകാതെ സർക്കാരും മാതൃകയാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.